ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ എന്ന നൊയമ്പുകാല വിചിന്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കേട്ടൊരു കഥയാണ്. ഒരു കട്ടുറുമ്പ് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു സന്യാസി അത് കാണുകയും ആ ഉറുമ്പിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഉറുമ്പ് രക്ഷപ്പെട്ട ഉടനെ ആ സന്യാസിയോട് ചെയ്യുന്നത് ആ സന്യാസിയുടെ കയ്യിൽ കയറി കടിക്കുക എന്നതാണ്. സന്യാസി വേദന കൊണ്ട് നിലവിളിച്ചു. ഇത് കേട്ട് സന്യാസിയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ചോദിച്ചു, അങ്ങേക്കറിയാമല്ലോ ഈ കട്ടുറുമ്പ് അത് കടിക്കുമെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് അതിനെ രക്ഷിച്ചത്? സന്യാസി പറഞ്ഞ ഉത്തരം ഇതാണ്: കട്ടുറുമ്പിൻ്റെ സ്വതസിദ്ധമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കടിക്കുക എന്നതാണ്. പക്ഷേ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ രക്ഷിക്കുക, എന്നാൽ കഴിയുന്ന വിധം സഹായിക്കുക എന്നതാണ്. ഈ നൊയമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഇതുപോലത്തെ അവസരങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. എത്ര സഹായം ചെയ്തിട്ടും അല്ലെങ്കിൽ എത്ര സ്നേഹിച്ചിട്ടും എത്ര വിട്ടുകൊടുത്തിട്ടും കിട്ടുന്നത് ഒരു പക്ഷേ വേദനയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഉത്തിതനോട് കൂടെ ചേർന്ന് നമ്മൾ ജീവിക്കുകയാണ്. ഈ നൊയമ്പ് കാലത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മോട് ചേർത്ത് പിടിക്കാനായിട്ട് ഉള്ള കൃപ നൽകി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശിതൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.